ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് അതിൻ്റെ അകത്ത് ശരി ഉത്തരം നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ടിക്ക് ചെയ്തു പോകണം കേട്ടോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു വികാസ തത്വങ്ങളിൽ തെറ്റായതേത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് നോട്ട് എ ഫാക്ടറായി ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം വികാസം സഞ്ചിത ഭാവത്തോട് കൂടിയതുള്ളതാണ്, കറക്റ്റാണ് പറഞ്ഞത്. അടുത്ത വികാസം സൂക്ഷ്മത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കലക്കുന്നു, അതവിടെ കിടക്കട്ടെ. അടുത്ത വികാസം ക്രമീകൃതമാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഏതാ തെറ്റായിട്ടുള്ളത്? നമ്മുടെ രണ്ടാമത്തെ തെറ്റ് അല്ലേ. വികാസം എങ്ങനെയാണ് എപ്പോഴും തുടങ്ങുന്നത്? വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ചാണ് എങ്ങോട്ട് വരുന്നത്? സൂക്ഷ്മത്തിലേക്ക് വരുന്നത്. കണ്ടോ, നമ്മൾ പഠിച്ച 2 പോയിൻറ്റ് വരുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്തു, രണ്ടിനെ മാറ്റിയിട്ടേക്കുക. വോൾ ടു പാട്ടെന്നാണ് പറയുന്നത്. എപ്പോഴും വികാസം കുട്ടികളിൽ നടക്കുന്നത് മുഴുവനായിട്ടുള്ള വികാസം നടന്നതിന് ശേഷമേ ശരീരത്തിൻ്റെ ഓരോ അറ്റത്തേക്കും പോകത്തുള്ളൂ. നമ്മൾ പഠിച്ചായിരുന്നു സെഫോകോഡൽ സീക്വൻസും പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനും അല്ലേ, ശിരപാദ ആഭിമുഖ്യ ക്രമവും അതുപോലെ തന്നെ നമ്മുടെ പ്രോക്സിമോൾ ഡിസ്റ്റൽ ഡയറക്ഷനും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൽ നമ്മൾ കണ്ടത് എന്താണ്? ശരീരത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഭാഗങ്ങളിലേക്കും ശിരസ് മുതൽ പാദം വരെ ആണ് എന്ത് നടക്കുന്നത്? കുട്ടികളിലുള്ളതാണ് വികാസം നടക്കുന്നത്. സോ അത് എന്താണ്? സ്ഥൂലത്തിൽ നിന്നാണ് സൂക്ഷ്മത്തിലേക്ക് കിടക്കുന്നത്. ഇത് പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ തന്നെ. സോ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 2 വാക്കിലുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, പക്ഷേ 2 ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ്. ഒരെണ്ണം പാർട്ട് വോളും ഒരെണ്ണം വോൾ ടു പാർട്ടുമാണ്. ഒരെണ്ണം ചെറിയ കണ്ണികളിൽ നിന്നും ഒരുമിച്ചാവുന്നു, മറ്റേ എന്താണ് ഒരുമിച്ചായതിൽ നിന്നും ചെറിയ കണ്ണികളാകുന്നു. വികാസം നടക്കുന്നത് എങ്ങനെയാണ്? സ്ഥൂലത്തിൽ നിന്നാണ് സൂക്ഷ്മത്തിലേക്ക് കിടക്കുന്നത്. ഒരിക്കലും എന്തല്ല, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് കടക്കത്തില്ല. അതാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് കേട്ടോ. നമ്മുടെ S1-ലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള വളർച്ചയും വികാസം എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ബാക്കി എല്ലാം കറക്റ്റാണ്. വികാസ സഞ്ചിത ഭാവത്തോടു കൂടിയാണ്, ക്രമീകൃതമാണ്, പരിപക്വനത്തെ പഠനത്തെ ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന ആ പോയിൻറ്റ്സ് എല്ലാം ശരിയാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും ഈ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. തീവ്രതയുണ്ടെന്നും എന്താണ് നന്നായി ലഭിക്കുന്നതിന് ഏതിൽ നിന്നാണ്? ഒരു വ്യക്തിയെ എന്താണ് സവിശേഷതകൾ എത്രമാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുമുണ്ടെന്നും ലഭിക്കുന്ന ഏതാണ്? നമ്മുടെ റേറ്റിംഗ് സ്കെയിൽ അല്ലേ. കണ്ടോ, തീവ്രത അതിൽ തന്നെയുണ്ട്. റേറ്റിംഗ് നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ആ ആപ്പ് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ ചോദിക്കും അല്ലേ, റേറ്റ് അവർ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ എന്താണ്, നമ്മളത് എത്രമാത്രം ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്രമാത്രം നമ്മളതിനോട് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ റേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, അപ്പോൾ അവർ ചോദിക്കും അല്ലേ, കസ്റ്റമർ റിവ്യൂ എന്ത് ചെയ്യാൻ പറയും? റേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ 5 സ്റ്റാറും 3 സ്റ്റാറും ഒക്കെ കൊടുക്കും അല്ലേ. ഇപ്പോൾ സിനിമയ്ക്കാണല്ലോ, സിനിമ കണ്ടിറങ്ങി നമ്മൾ റേറ്റിംഗ് കൊടുക്കും ബുക്ക് മൈ ഷോയിലൊക്കെ. എന്താണത്? ആ പടം എത്രമാത്രം നമുക്ക് അനുഭവീയമായിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് എത്രമാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുമുണ്ടെന്നും കണ്ടോ. ഈ ഒരു വാക്ക് കണ്ടാൽ ശ്രദ്ധിച്ചോണം, എന്താണത്? റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിലിൽ നമുക്ക് 5 പോയിൻ്റ് റേറ്റിംഗ് സ്കെയിലുണ്ട്, 2 പോയിൻ്റ് ഉണ്ട്, 7 പോയിൻ്റ് ഉണ്ട്, 8 പോയിൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിടാം. അതാണ് റേറ്റിംഗ് സ്കെയിലിൻ്റെ പ്രത്യേകത. അത് നമുക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, ഇനി അത് മികച്ചതാണോ വളരെ മികച്ചതാണോ അതോ മെച്ചപ്പെടേണ്ടതാണോ അതോ മോശമാണോ അതോ വളരെ മോശമാണോ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത് റേറ്റിംഗ് സ്കെയിലിൽ വരുന്നത്. ഇനി ചെക്ക് ലിസ്റ്റ് എന്തായാലും സാധനം, ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ ശരിയോ തെറ്റോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത്രയും മാത്രം ചോദിക്കുകയാണെങ്കിൽ ഉള്ളൂ 2 ഓപ്ഷൻസ് ആർ ദെയർ. 2 ഓപ്ഷനേ ഉള്ളെങ്കിൽ അതിന് പറയുന്ന പേര് ചെക്ക് ലിസ്റ്റ്. ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അടയാളപ്പെടുന്നതാണ് ചെക്ക് ലിസ്റ്റ്. അഭിമുഖം എന്താണ്? ഒരു പ്രശ്നത്തെ മുൻനിർത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ നടത്തുന്ന വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം എന്ന് പറയുന്ന പേരാണ് എന്ത്? അഭിമുഖം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാറ്ററ്റ് കിട്ടി, PSC എഴുതി, LP പരീക്ഷ എഴുതി, അതിന് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇറ്റ്സ് ആൻ ഇൻ്റർവ്യൂ അല്ലേ. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കും. അതെന്താണ്? നമുക്ക് ടീച്ചറായ നമുക്ക് യോഗ്യരാണോ എന്നറിയുന്ന, നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ അറിയുന്ന ആ ഒരു അഭിമുഖ പാനലാണത്. അതിൽ 5ഓ 6ഓ ആൾക്കാർ കാണും, മേ ബി 5ഓ 6ഓ ആൾക്കാരാണ് മിനിമം ഇരിക്കുന്നത് കേട്ടോ. അവർക്ക് മുമ്പേ നമ്മൾ ചെയ്യുന്നിരുന്ന അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉത്തരം വരും. അതാണ് അഭിമുഖം എന്ന് പറയുന്നത്. അഭിപ്രായ സർവേ എന്ന് പറഞ്ഞാലോ, ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നു, ശരിയല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ TV കണ്ടായിരുന്നു. അതായത് ആര് ജയിക്കും, എന്താണ് ജയിക്കാൻ കാര്യം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് സർവേ എടുക്കുക. അതിന് പറയുന്ന പേരാണ് അഭിപ്രായ സർവേ അല്ലേ. ഇൻ കേസ് തോറ്റു പോയാൽ എന്താണ് കാരണം, ഇനി നാളെ തൊട്ട് ഓരോ ചാനലുകാർ വീണ്ടും വരും ഇല്ലേ. ഇന്ന് തൊട്ട് ഇപ്പം വാക്പോര് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലിലൊക്കെ. അപ്പം
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താണ് അഭിപ്രായം, ഓരോരുത്തർക്ക് അവർ അഭിപ്രായം പറഞ്ഞ് സർവേ എടുത്ത് ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തോക്കും അല്ലെങ്കിൽ നല്ലതായിരുന്നോ ചീത്തയായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ് അഭിപ്രായ സർവേ എന്ന് പറയുന്നത്. സോ ഇവിടെ വരേണ്ടത് റേറ്റിംഗ് സ്കെയിലാണ്. ഇനി ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിതമായ വർഷം എന്നാണ്? ആരാ സ്ഥാപിച്ചത്? വില്യം വുണ്ടാണ്. സ്ഥാപിച്ച വർഷം 1879, 1879 ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് കേട്ടോ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്ഥാപിച്ചത് വില്യം വുണ്ട് കേട്ടോ. ഇനി ഉത്തരങ്ങൾ എഴുതുക. ഇതിനൊന്നും തൊട്ട് ഓപ്ഷൻ ഇല്ല, ജസ്റ്റ് എന്താണ് ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ചിത്രീകരണം സൂചിപ്പിക്കുന്നത് എന്ത്? ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? 1 3ലേക്കും 3 5ലേക്കും 5 1ലേക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെ അർത്ഥമാക്കുന്നത് എന്തോ ഒരു സാധനം അല്ലേ? എന്നതായിരുന്നു അത്? നമ്മുടെ ജെയൽ മൊറീനോ കണ്ടുപിടിച്ച സോഷ്യോമെട്രിക് ടെക്നിക്കിലെ അല്ലെങ്കിൽ സാമൂഹ്യമിതിയിലെ ഒരു ചിത്രീകരണം കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് ഈ കൊടുത്തിരിക്കുന്നത്? ഏതാ? ക്ലിക്കുകൾ. കറക്റ്റാണ് കേട്ടോ. ഇത് ക്ലിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതായിരുന്നു ചോദിച്ചെങ്കിലോ 1 2നെയും 2 1നെയും ആണെങ്കിലോ അതിൻ്റെ ഉത്തരം എന്നായിരുന്നു വരേണ്ടത്? എന്നാ അത്? എന്നാ എൻ്റെ പേരെന്ന്? ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ് എന്ന് പറയും. ഇനിയും ഇങ്ങനെ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് എന്നാ പറയും? ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺ എന്ന് പറയും. ഒരു കൂട്ടം ആൾക്കാർ ഒരാളെ തന്നെ സെലക്ട് ചെയ്താൽ അയാളാണ് അവിടുത്തെ ഒരു കൂട്ടം ആൾക്കാർ സ്റ്റാറുകൾ. ഇനി ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് എപ്പോഴും നിൽക്കുകയാണെങ്കിൽ അവരാണ് അവിടുത്തെ ഗ്യാങ്ങുകൾ കേട്ടോ. ഇതെല്ലാം ഓർത്തിരിക്കണം. കണ്ടുപിടിച്ച ജെയൽ മൊറീനോ തൻ്റെ സോഷ്യോമെട്രിക് ടെക്നിക്ക് വഴി ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ എത്രമാത്രം സ്വീകാര്യത ഉണ്ട് എന്ന് അറിയുവാൻ വേണ്ടി നടത്തിയ പരീക്ഷണമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജെയൽ മൊറീനോ കണ്ടുപിടിച്ച സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ അതും ഓർത്തിരിക്കണം. ഈ ചോദ്യം പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉത്തരം വരേണ്ടത് ക്ലിക്കുകൾ, ഇതാണെങ്കിൽ ദ്വന്ദ്ങ്ങൾ അഥവാ ട്വിൻസ്, ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺ അഥവാ ഏകാഗി. ഇനിയും ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഹീസ് ദി സ്റ്റാർ, അവനാണ് അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. അടുത്തത് ഒരു കൂട്ടം ആൾക്കാർ നിൽപ്പുണ്ടെങ്കിൽ അവരവിടുത്തെ ഗ്യാങ് എന്ന് പറയും കേട്ടോ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്താണ്. അനുബന്ധനത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയ ചോദകമെന്ത്? ചോദ്യം കേട്ടപ്പോൾ നിങ്ങളെല്ലാം കൺഫ്യൂസ്ഡ് ആയി, ശരിയല്ലേ? ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് അർത്ഥമാക്കുന്നത്? അനുബന്ധനത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയ ചോദകമെന്ത്? ആലോചിച്ച് പറഞ്ഞാൽ എന്നതാ ചോദകം? നിങ്ങൾ എഴുതിയ പല ഉത്തരങ്ങളും തെറ്റാ എനിക്ക് വന്നതിൻ്റെ അകത്തുള്ളത്. അനുബന്ധനത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയ ചോദകമെന്ത്? എന്തായിരുന്നു? ഹലോ, ക്ലാസ്സില്ല, ഞാൻ വിളിക്കാം. ക്ലാസ്സില്ല ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, കേൾക്കാവോ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? അന്ന് കോള് വന്നാൽ കട്ടായിപ്പോയതാ. യെസ്. അപ്പോൾ അനുബന്ധനത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയ ചോദകം എന്താണ്? എന്തായിരിക്കും അനുബന്ധനത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയ ചോദകം? എന്താണ്? ആലോചിച്ച് നോക്കി. എന്നതാ അനുബന്ധനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ? എന്നാ കണ്ടീഷനിങ് നടക്കുന്നതിന് മുമ്പ്. കണ്ടീഷൻ നടത്തുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തുള്ളൂ. 1 ഫുഡ് കൊടുത്തു, 2 മണിയടി ശബ്ദം കേൾപ്പിച്ചു. അതിൽ നൽകിയ ചോദകം എന്ന് ചോദിച്ചാൽ എന്നാ ഓർത്തമാക്കുന്നേ? മണിയടിയാണോ ഫുഡാണോ? അത്ര ഓർത്താൽ മതി. എന്നതാ പറഞ്ഞു? പറ, തെറ്റിയാ തെറ്റട്ടെ, ഇപ്പം തിരുത്തല്ലോ. മണിയടിയാണോ ചോദകം? ഒന്നുകൂടി ആലോചിച്ചേക്ക്. ഫുഡല്ലേ ചോദകം. മണിയടി എന്താണ്? അനുബന്ധിത ചോദകമാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്ത പരിപാടിയാണ് മണി അടിപ്പിച്ചത് അല്ലേ? പട്ടിക്ക് മണി അടിച്ചില്ലെങ്കിലും ഫുഡ് കൊടുത്താൽ പട്ടി കഴിക്കും അല്ലേ? ചോദകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം. കൊടുത്തത് എന്താ? ഫുഡ്. കണ്ടോ? നായ്ക്ക് നൽകിയ ചോദകം എന്നാന്നേ ചോദിച്ചിട്ടുള്ളൂ. ചോദകം ഫുഡാണ്. അനുബന്ധിത ചോദകം എന്താണെന്ന് ചോദിച്ചാലും എന്നാ പറയണം? മണി എന്ന് പറയണം. മനസ്സിലായോ? നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അൺകണ്ടീഷനിങ് സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അനുബന്ധിത ചോദകം എന്നാണ് പറയുന്നത്. അല്ലാതെ സാധാരണ പറയുന്നതിന് പറയുന്ന പേരെന്നാ? ചോദകം. അതെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത് ഉത്തരം? അവിടെ കൊടുത്ത ഇറച്ചിപ്പൊടി അല്ലെങ്കിൽ ഫുഡാണ് അവിടുത്തെ അനുബന്ധനത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയ ചോദകം എന്ന് പറയുന്നത്. കൺഫ്യൂസിങ് ആകും, കറക്റ്റായിട്ട് കൺഫ്യൂസിങ് ആകും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സമയവും ജോലി എന്ന് പറഞ്ഞ കണക്കിൽ നിന്ന് വന്നതാണ്. നോക്കിയേ, എ എന്ന് പറഞ്ഞ ആൾ ഒരു ജോലി 10 ദിവസം കൊണ്ടും
ബി എന്ന് പറയുന്ന ആൾ അത് 15 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? എന്താ ഇക്വേഷൻ? ഏത് ഇക്വേഷൻ ഇടേണ്ടത്? ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? എ എന്ന് പറഞ്ഞ ആൾ ആ 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? എന്താണ് ഇക്വേഷൻ കൊടുക്കേണ്ടത്? നമുക്കറിയാം എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ അല്ലേ? അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ആൾക്ക് 10 ദിവസവും വൈ എന്ന് പറഞ്ഞ ആൾക്ക് 15 ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ എ ബി ബൈ എ പ്ലസ് ബി, എ ബി അല്ലേ, നമുക്ക് അത് തന്നെ കൊടുത്തേക്കാം, നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷിങ് ആക്കുന്നില്ല. ഓക്കെ, ഇക്വേഷൻ എന്താണ്? എ ബി ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ചെയ്ത പണി എത്രയാണ്? 10, ബി ചെയ്ത പണിയോ 15 ഡിവൈഡഡ് ബൈ എ ചെയ്ത പണീനെ ബി ചെയ്ത പണി കൊണ്ട് കൂട്ടണം. 15ഉം 10ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 കിട്ടും. ഇനി 15ഉം 10ഉം കൂടി കൂട്ടിയാൽ 25 കിട്ടും. 150 25 വായിച്ചാൽ എത്രയാ? 6 അല്ലേ? അപ്പോൾ എത്ര ദിവസം കൊണ്ട് പണി തീരും? 6 ദിവസം കൊണ്ട് പണി തീരും. കണ്ടോ, സിമ്പിളായിട്ടുള്ള കണക്കാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സമയം ജോലി എന്ന് പറഞ്ഞ കണക്ക് റെക്കോർഡിങ്ങിൻ്റെ അത് വന്നിട്ടുണ്ട്. ഈ കണക്കാണ് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളത്. സോ ഇത് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. എളുപ്പമല്ല ചെയ്യാൻ. എ ബി ബൈ എ പ്ലസ് ബി 2 മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി കിട്ടുമ്പോഴുള്ള സംഭവം നമ്മൾ എന്നാലും ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. സിമ്പിളായിട്ടുള്ള ഉത്തരമായിരിക്കും. ഗണിതത്തിൻ്റെ ഗുണം അതാ, സിമ്പിളായിട്ടുള്ള ഉത്തരമായിരിക്കും, നമുക്ക് പടയെന്ന് ചെയ്യാനും പറ്റും കേട്ടോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 40 മൈനസ് 2 പ്ലസ് 6 ഇൻറ്റു 5ൻ്റെ വില എത്ര? എന്താ ചെയ്യേണ്ടത്? ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യണം. ശരിയല്ലേ? എത്രയാണ് കിട്ടിയത്? ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് എത്ര കിട്ടി പറഞ്ഞു? 38ഓ? ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കേ, ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? ബോഡ്മാസിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാ? BODMAS, അതിൻ്റെ അകത്ത് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ളവന്മാരെ ആദ്യം സോൾവ് ചെയ്യണം. ഏത് റൂൾ വെക്കണം? അവിടെ ബോഡ്മാസ് തന്നെ യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് ആദ്യം എന്ത് ചെയ്യണം? നമുക്കിങ്ങനെ മാറും. 40 മൈനസ് 2 പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. സോ 6×5 30 വരും അല്ലേ? ഇനി നമുക്ക് ബ്രാക്കറ്റിനകത്ത് ആരെ ചെയ്യാനായിട്ടുണ്ട്? 2 + 30 ചെയ്യാനായിട്ടുണ്ട്. ശരിയല്ലേ? 2 + 30 എത്രയാണ്? 32. കണ്ടോ, 32 വരും. അതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 40 മൈനസ് 32 ചെയ്യേണ്ടത്. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം 40 മൈനസ് 20 പ്ലസ് 30 എവിടെ നിന്ന് വന്നു? ഈ 6×5 ചെയ്തപ്പോഴാണ് 30 വന്നത്. ഇനി അടുത്ത ബ്രാക്കറ്റിൽ ആളെ ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. എന്നാ ചെയ്യണം? 40 മൈനസ് 3ഉം 2ഉം 30 2 കൂടി കൂട്ടി എത്ര കിട്ടും? 30 2 32. അപ്പം 40 32 കുറച്ചാൽ എത്രയാണ് ഉത്തരം? 8 ഉത്തരം. കേട്ടോ, 8 ഉത്തരം വരേണ്ടത്. തെറ്റിയത് മനസ്സിലായോ? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ളവന്മാരെ ആദ്യം ചെയ്യണം, ശേഷമേ എന്ത് ചെയ്യാവുള്ളൂ? ബാക്കിയുള്ളവന്മാരെ ചെയ്യാവുള്ളൂ. കണ്ടോ, തെറ്റുന്നതുണ്ടോ? അപ്പം തെറ്റുകൾ വരും, അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്ത് പഠിക്കണമെന്ന് കേട്ടോ. ബ്രാക്കറ്റ് ഉള്ളവന്മാരിൽ ആ റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പുറത്തുള്ളവന്മാരെ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് അകത്തുള്ള പരിപാടി ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉത്തരത്തിന് വേണ്ടി പോകും. പക്ഷേ ഉത്തരം തെറ്റായിരിക്കും. കാരണം റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. റൂൾ നമ്മൾ നോക്കാതാണ് ചെയ്തത്. റൂൾ നോക്കി ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഉള്ളവന്മാർക്ക് ആദ്യം റൂൾസ് മൊത്തം ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം പുറത്തുള്ള ബ്രാക്കറ്റ് ഇല്ലാത്തവന്മാരെ ചെയ്യണം. മനസ്സിലായോ? അതാണ് ബോഡ്മാസ് റൂൾ പറയുന്നത്. സോ ഇവിടെ ഉത്തരം വരേണ്ടത് 8 കേട്ടോ. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 7 1/2 ഡിവൈഡഡ് ബൈ 5 1/3 എങ്ങനെ ചെയ്യും? 7 1/2 ഡിവൈഡഡ് ബൈ 5 1/3 എങ്ങനെ ചെയ്യും? ഉത്തരം എത്രയാണെന്ന് ചോദിച്ചിരിക്കുക. ഉത്തരം എത്രയാ? എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഒരു മിശ്ര ഭിന്നത്തെ ഒരു ഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? വട്ടം കറങ്ങി വന്നാൽ മതി. ശരിയല്ലേ? ഇതൊക്കെ പറഞ്ഞു തന്നതാ അല്ലേ? എന്നെ എടുക്കണം. 7 1/2 ഒന്ന് വട്ടം കറങ്ങി വരുമ്പോൾ എന്നെ വരും? ഇങ്ങനെ വട്ടം കറങ്ങണം. അവിടെ ഒരു ഇൻറ്റു വരും അല്ലേ? 7 × 2 7 2 14. കൂട്ടത്തിൽ ഇങ്ങോട്ട് വട്ടം കറങ്ങുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ആയിരിക്കും. +1/2. അതായത് 7 2 14 ഒന്ന് 15/2 ഇവിടെ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ അടുത്തവനെ വട്ടം കറങ്ങിയാൽ നോക്കിക്കേ, i3 15 +1 16/3 ഇത് കിട്ടും. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ ആയതുകൊണ്ട് ഡിവിഷനാണ്. ഡിവിഷൻ ആണെങ്കിൽ എന്നാ കാണിക്കും? തലതിരിവ് കാണിക്കും. തലതിരിവ് കാണിച്ചേ
15/2 ഇൻറ്റു 3/16. എങ്ങനെ കാണിച്ചു? ഇവൻ തലതിരി കാണിക്കുമ്പം രണ്ടാമത്തെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ താഴെ പോകും. അപ്പം ഡിവിഷൻ ചിഹ്നമാരി ആര് വരും? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം വരും. അപ്പം ഉത്തരം കിട്ടും 15×3 എത്രയാണ്? 15×3 45 അല്ലേ? 30 10 45 45. ഇനിയും 16 2 32. ഇതാണ് അവിടെ ഉത്തരം വരുന്നത്. വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. യെസ്. അപ്പം ഇതാണ് ഇവിടെ ഉത്തരം വരേണ്ടത്. 45/32. ഇതായിരുന്നോ കിട്ടിയത്? ആണോ കിട്ടിയത്? അല്ല. അല്ലെങ്കിൽ നോക്കണം കേട്ടോ, വന്ന വഴി നോക്കണം. കണ്ടോ, പാടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ ചെയ്ത് നോക്കാതെ ഒരു വഴിയില്ല കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3/2 4/3 5/8 6/9. ഇവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഇതിൽ വലിയ ഭിന്നം കണ്ടുപിടിക്കാൻ എന്നാ എടുക്കണം? ഈസി മെത്തേഡ് ഉണ്ട്, എന്നെ എടുത്താൽ മതി. രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുക. ആദ്യം ഞാൻ 3/2 4/3 കമ്പയർ ചെയ്യുവാണ്. രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3 3s are 9, 4 2s are 8. ഇവിടെ വന്ന വലുത് 3/2 ആണ്. സോ 3/2നെ അടുത്ത സംഖ്യയായ 5/8 ഇക്വേറ്റ് ചെയ്യുന്നു. ഇനിയും 3 8s are 24, 5 2s are 10. വീണ്ടും 24 ആണ് വലുത്. സോ വലിയ ഭിന്നം 3/2 ആണ്. ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 6/9 ഇക്വേറ്റ് ചെയ്യണം. ഇനിയും 3 9s are 27, 2 6 are 12. ഇവിടെ വലുത് വീണ്ടും കിട്ടിയത് 3/2 ആണ്. സോ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 3/2. കണ്ടോ, 3/2 ആണ് ഏറ്റവും വലുത്. കണ്ടോ, സെക്കൻഡ്സ് അല്ലേ നമ്മൾ എടുത്തുള്ളൂ ഈ കണക്ക് സോൾവ് ചെയ്യാൻ. സോ ഇവിടെ ഉത്തരം വരുന്നത് 3/2. ഉത്തരം കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റിപ്പോയത് ഉത്തരം എഴുതിയെടുക്കണം കേട്ടോ. ഉത്തരം എഴുതിയെടുത്ത് തന്നെ മെത്തേഡ് പറഞ്ഞല്ലേ പോകുന്നത്, ആ മെത്തേഡ് നോക്കി വെക്കണം കേട്ടോ, തെറ്റിക്കല്ലേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5/6 + 7/8. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്ത് ചെയ്താൽ മതി? ചുവട്ടിനെ ഗുണിച്ച് മുകളിൽ വരച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരവായി. അപ്പോൾ ചുവട്ടിലുള്ള ആൾക്കാരാണ് 6 വെട്ടും. 6 × 8 ചെയ്യുക, മുകളിൽ വരയ്ക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആരാണ് ക്രോസ് മൾട്ടിപ്ലൈ ആദ്യം വരുന്നത്? 5 × 8 അല്ലേ. ഇനിയും തൊട്ട് തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 6. ഇനി നടുക്കത്തെ സൈൻ കൊടുക്കുക, പ്ലസ് സൈൻ. ഇനിയും 5 8s are 8 40 പ്ലസ് 6 7 42 ഡിവൈഡഡ് ബൈ 6 8 48. 40 42 കൂട്ടിയാൽ നമുക്ക് കിട്ടും 82/48. വേണമെങ്കിൽ ചെറുതാക്കാം, 2 വെച്ച് കട്ട് ചെയ്ത് ചെറുതാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ഇങ്ങനെ ഇട്ടാലും ഉത്തരം കിട്ടും കേട്ടോ. 82/48 ആണ് ഇവിടെ കിട്ടേണ്ട ഉത്തരം. കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 7 2/3 മിശ്രഭിന്നത്തെ വിശ്വഭിന്നത്തിലേക്ക് മാറ്റുക. ഇതൊരു മിശ്രഭിന്നമാണ്. മിശ്രഭിന്നത്തെ മറ്റേലോട്ട് മാറ്റാൻ എടുക്കണം. ഒന്ന് വട്ടം കറങ്ങി വന്നാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞ കണ്ടോ, 3 7s are 3 × 7. തിരിച്ച് വട്ടം കറങ്ങി ഇവിടെ ഒരു പ്ലസ് സൈൻ വരും. +2/3. 3 7 21 + 2/3. 21 2 23/3 ആണ് ഇതിൻ്റെ വിഷമഭിന്നം എന്ന് പറയുന്നത്. ഇതും കറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ചിലർ തെറ്റിക്കും. എങ്ങനെ തെറ്റിക്കും? ഇതിനെല്ലാം ഇൻറ്റു ചെയ്ത് വെക്കും. അത് ചെയ്താലും തെറ്റാണ് കേട്ടോ. ആദ്യത്തെ ഇൻറ്റു, രണ്ടാമത്തേത് പ്ലസ് വേണം ചെയ്തു പോകുവാൻ. തെറ്റിക്കരുതേ. ഡയറക്റ്റ് ക്വസ്റ്റ്യനുള്ള ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കും കേട്ടോ, എന്നാണേലും ചോദിക്കും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? സയൻസിൽ നിന്നാണ്. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ചീര, തുമ്പ, മാവ്, തുളസി. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഏതാ? മാവാണ്. കറക്റ്റാണ്. കാരണം എന്നാ? മാവാൻ കാരണം എന്നാ? നമ്മൾ ഒറ്റയാനെ കണ്ടെത്തിയാൽ, ഫൈൻഡ് ദി ഓഡ് വൺ ചെയ്താൽ വി ഹാവ് ടു സേ ദി റീസൺ. നമ്മൾ റീസൺ പറയണം അല്ലേ. എന്നാൽ റീസൺ എന്താ? നമ്മളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. ഈ ചീരയും തുമ്പയും അതുപോലെ തന്നെ തുളസിയല്ലേ എന്നതാ? കറക്റ്റാണ് പറഞ്ഞു കേട്ടോ. ബാക്കിയെല്ലാം ഔഷധികളാണ്. ശരിയല്ലേ? ഔഷധികളാണ്. ഔഷധികളുടെ പ്രത്യേകത എന്നാ? എന്നതാ? സൈസ് കുറവാണ്. അതായത് തണ്ടിന് വലുപ്പക്കുറവാണ്. തണ്ട് മൃദുവാണ്. അതുപോലെ തന്നെ ആഴത്തിൽ വേരോട്ടമുണ്ടോ? ഇല്ല. അതെല്ലാം എന്താണ്? ഔഷധികളാണ്. പക്ഷെ മാവിൻ്റെ കാര്യം നോക്കി, തടിക്ക് എന്നാ വലുപ്പമാണ്? തണ്ടിന് നല്ല വലുപ്പമാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ആഴത്തിലാണ്. അതൊരു ടാപ്പ് റൂട്ടാണ് അല്ലേ. അപ്പം ആഴത്തിൽ വേരോട്ടമുള്ളൊരു ചെടിയാണ് മാവ്. ബാക്കി എല്ലാ ഔഷധികളൊക്കെ അത് വരുന്നത് കേട്ടോ. ചെറിയ ചെടികളൊക്കെ അത് വരുന്നത്. അതാണ് ഉത്തരം വന്നത്. യെസ്. അടുത്തത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് നടന്നത്?
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ് 2 വർഷം ഒരുമിച്ച് കിടക്കുന്ന 19 അല്ലേ? 19 ഏപ്രിൽ 13 കേട്ടോ. 19 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 എന്ത് ചെയ്തത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇതിന്നൊരു വർഷങ്ങളുടെ ഒരു ക്വസ്റ്റ്യനാളിൽ കാണും കേട്ടോ കേട്ടിട്ടിന്. യെസ്. അടുത്തത് ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് 4ാം ക്ലാസ്സിലുള്ളതാണ്. ആരാണ് ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്? ആരാ? KS ചിത്രയാണോ വാനമ്പാടി എന്നറിയപ്പെടുന്നത്? ആണോ? ആരാ ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്? സരോജിനി നായിഡു. സരോജിനി നായിഡു കേട്ടോ. ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു കേട്ടോ. ഓക്കെ, നായിഡു. അടുത്തത് അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഏതാണ്? നമ്മളെല്ലാവരും വിചാരിക്കും എന്നതായിരിക്കും? ഓക്സിജൻ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഓക്സിജൻ ആണോ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്? അല്ല. അപ്പം വിചാരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എന്ന്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡും അല്ല. ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? ഇറ്റ്സ് നൈട്രജൻ കേട്ടോ. നൈട്രജനാണ് ഏറ്റവും അധികമുള്ള വാതകം. ഓക്കെ, ഇനിയും ഹെപ്പറ്റൈറ്റിസ് രോഗം പരത്തുന്ന രോഗകാരി ആരാണ് ഹെപ്പറ്റൈറ്റിസ് പരത്തുന്നത്? കൊറോണ പരത്തുന്ന ആര് തന്നെ? ആരാ? അല്ല, രോഗകാരിയാണ് വെച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പറയത്തില്ലേ രോഗകാരികൾ. ആരാ? കോവിഡ് പരത്തുന്ന ആരായിരുന്നു? വൈറസ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് രോഗം പരത്തുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന സാധനം എന്നാ? മഞ്ഞപ്പിത്തമൊക്കെ ഇല്ലേ, അത് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് കേട്ടോ. അത് പരത്തുന്ന ആരാ? വൈറസാണ് കേട്ടോ പരത്തുന്നത്. ഇനിയും രോഗകാരിയും ചോദിച്ചുകൊണ്ടാണ് വൈറസ് വന്നത്. മുമ്പേ പറഞ്ഞ കൊതുക് അല്ലേ? കൊതുക് ആരാ? രോഗം പരത്തുന്ന ആൾക്കാരാണ് അല്ലേ? അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം വെള്ളത്തിലൂടെ പകരും, അതുപോലെ തന്നെ വായുവിലൂടെ പകരും, കൊതുക് മുഖേന പകരും. ഇതെല്ലാം പരത്തുന്ന ആൾക്കാരാണ്, രോഗകാരിയല്ല കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. ഇനിയും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാ നിലവിൽ വന്നത്? ഭരണഘടന എന്നാ നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടന അറിയത്തില്ലേ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നെന്നാ 1950 ജനുവരി 26 കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ശില്പി ആരാ? BR അംബേദ്കർ. ഓക്കെ, അതൊക്കെ അറിയാം, കറക്റ്റാണ് കേട്ടോ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യം ചോദിക്കുന്നത് കേട്ടോ. ഇനി സർവ്വശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യം എന്ത്? നമ്മളെല്ലാവർക്കും പറയുന്ന അല്ലേ, ഇപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതൊക്കെ ഉള്ള ഒരു ഇതാ സർവ്വശിക്ഷാ അഭിയാൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കൊടുക്കുന്ന ഒരു സംഭവമാണ്, ശരിയല്ലേ? അതിൻ്റെ ആപ്തവാക്യം എന്നതാ? കേട്ടിട്ടില്ലേ? അറിയത്തില്ലേ? സർവ്വശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യം എന്നാ? സർവരും പഠിക്കുക, സർവരും വളരുക കേട്ടോ. സർവ്വശിക്ഷാ അഭിയാൻ. SSA കണ്ടിട്ടില്ലേ? 2 പിള്ളേരൊക്കെ നിൽക്കുന്ന പടം. ഓക്കെ, ഈ ഒരു പടം കണ്ടിട്ടില്ലേ? 2 പിള്ളേർ ഒരു പെൻസിലിന് മേളിൽ കയറിയിരിക്കുന്ന പടം കണ്ടോ? കണ്ടിട്ടില്ലേ? സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കണ്ടോ ഇരിക്കുന്നേ? ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുള്ള എന്നത് സർവരും പഠിക്കുക, സർവരും വളരുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കണം കേട്ടോ. സർവ്വശിക്ഷാ അഭിയാൻ കേട്ടോ. ഉണ്ടോ? എഡ്യൂക്കേഷൻ ഫോർ ഓൾ, സബ് പഠോ ഉണ്ടോ എന്ന് പറഞ്ഞ് ഹിന്ദിയിലാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ അഥവാ സർവരും പഠിക്കുക, സർവരും വളരുക എന്ന് പറഞ്ഞ തീമാണ് അതിനകത്തുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ, അതുപോലെ തന്നെ സ്കൂളിൻ്റെയൊക്കെ വാതിക്കൽ, നമ്മുടെ AE ഓഫീസിൻ്റെയൊക്കെ വാതിക്കൽ എന്താണ് ഉള്ളൊരു സംഭവം കേട്ടോ. സർവരും പഠിക്കുക, സർവരും വളരുക, അതാണ് സർവ്വശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യം. ഓക്കെ, അടുത്തത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാ? എല്ലാവർക്കും അറിയാം. എന്നാ ഗ്രഹം ഏതാ? മെർക്കുറി, ശരിയല്ലേ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്തുള്ള മെർക്കുറിയുടെ മലയാളം എന്നാ? മെർക്കുറി മലയാളം എന്നാ അറിയത്തില്ലേ? ബുധൻ കേട്ടോ. ഓക്കെ, മെർക്കുറിയാണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. യെസ്. ഓക്കെ, അടുത്തത് റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ വിശദമാക്കുന്ന കൃതി. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതാണ്? എമിലി കേട്ടോ. എമിലിയാണ് റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ വിശദമാക്കുന്ന കൃതി. ഇനിയും ആത്മസാക്ഷാത്കാര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന ദർശനം വെച്ചത് ആരാ? നമ്മുടെ രാഷ്ട്രപിതാവായുള്ള ഗാന്ധിജി കേട്ടോ. ഗാന്ധിജിയാണ് പറഞ്ഞത്
ആത്മസാക്ഷാത്കാരമാണ് എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇനിയും അക്കങ്ങളും സംഖ്യകളും എഴുതുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഏത് തരത്തിലുള്ള വൈകല്യമാണ്? ഏത് തരത്തിലുള്ള വൈകല്യമാണ്? എളുപ്പമാണ്, അതുമായിട്ടുള്ളതാണ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യം, അതായത് ഡിസ്കാൽക്കുലിയ കേട്ടോ, ഡിസ്കാൽക്കുലിയ. ഇനി വായനയുമായിട്ടുള്ള ബന്ധം ഏതാണ്? വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം ഏതാ? വായന വൈകല്യം എന്നതാ? ഡിസ്ലെക്സിയ. ഇനിയും പേശീപരമായിട്ടുള്ള വൈകല്യം ഏതാ? പേശീപരമായിട്ടുള്ള വൈകല്യം പ്രാക്സിയ. ഇനിയും എഴുതാനുള്ള വൈകല്യം ഏതാ? ഡിസ്ഗ്രാഫിയ. ഇതൊക്കെ ഓർക്കണം കേട്ടോ, പല തവണ ചോദിച്ചിട്ടുള്ള തിരിച്ചു മറിച്ചും എല്ലാം ചോദിക്കും കേട്ടോ. ഇവിടെ അക്കങ്ങളും സംഖ്യകളും എല്ലാം മാറിപ്പോയത്. ഇപ്പം 6 എഴുതേണ്ടത് ഇങ്ങനെയൊക്കെ എഴുതി വെക്കും കേട്ടോ ചില പിള്ളേർ കേട്ടോ, ഇങ്ങനെയൊക്കെ എഴുതി വെക്കും കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതുന്ന പിള്ളേരുണ്ട് 6നെ കണ്ടില്ല, ഇങ്ങനെയൊക്കെ പുറകിൽ നിന്നൊക്കെ വരിക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന പിള്ളേരുണ്ട്, ഡി പോലെയൊക്കെ 6നെയൊക്കെ എഴുതി വെക്കും. അപ്പം അക്കങ്ങളൊക്കെ തിരിഞ്ഞു പോകുന്നതൊക്കെ ഇതിന് പറഞ്ഞ പേര്. നിങ്ങൾ താരേ സമീൻ പർ സിനിമ കണ്ടിട്ടില്ല? താരേ സമീൻ പർ കണ്ടിട്ടുണ്ടോ? അമീർ ഖാൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്തെ കൊച്ചുണ്ട്, കണ്ടിട്ടുണ്ടോ? ആ കൊച്ചിന് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലെന്ന് കണ്ടു നോക്കണം ഇതൊക്കെ കേട്ടോ, അതിലൊക്കെ കാണുന്ന നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അക്കങ്ങളൊക്കെ തിരിഞ്ഞു പോവുക, അതുപോലെ തന്നെ സംഖ്യകളൊക്കെ തിരിഞ്ഞു പോവുക, കണക്ക് കൂട്ടാനൊക്കെ പ്രയാസം നേടുക എന്നുള്ളത് എന്താണ്? ഡിസ്കാൽക്കുലിയ കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് 2ാം ക്ലാസ്സിലെ കൊച്ച് കൂട്ടാനും കുറയ്ക്കാനും അറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കില്ല, അതിന് ഡിസ്കാൽക്കുലിയാന്ന്. അതായിരിക്കത്തില്ല കേട്ടോ, നമ്മൾ പഠിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ കൊച്ചു പഠിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. കൊച്ചിനെ ചെറിയ ഒന്നും എത്രയെന്നൊക്കെ കൂട്ടി ചോദിക്കണം. ഇതൊന്നും പറ്റാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്കാൽക്കുലിയ. കണക്കെന്ന് കേൾക്കുമ്പോഴേ പ്രശ്നമുള്ള കുഞ്ഞാൾക്ക് പറയുന്ന പേരാണ് ഡിസ്കാൽക്കുലിയ കേട്ടോ. അല്ലാതെ 2ലും 3ലും 4ലും ഒക്കെ ചെന്നിട്ട് ഇതിന് കണക്കൊന്നും അറിയത്തില്ല, കണക്കിന് എപ്പോഴും 0 മാർക്കാന്ന് പറഞ്ഞാൽ അവൻ ഡിസ്കാൽക്കുലിയാന്ന് പറഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വിടരുത്, അതായിരിക്കില്ല കേട്ടോ. നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ഒക്കെ നടത്തി കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ മുൻകൂർ തീരുമാനങ്ങൾ എടുക്കരുത്, പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിൽ കേട്ടോ. യെസ്. ഇനിയും ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചതാര്? ഞാൻ പഠിപ്പിച്ചതാണ്. വാചിക ചേഷ്ട. ചേഷ്ട എന്ന് പറയുമ്പോൾ ഓർത്തോണം ആരാ? ഒരു ചേഷ്ടാവാദി ആയിരിക്കണം, അല്ലെങ്കിൽ വ്യവഹാരവാദി ആയിരിക്കണം. അത് പറഞ്ഞത് ആരേ ഉള്ളൂ ആ കൂട്ടത്തിൽ? നമ്മുടെ സ്കിന്നർ ചേട്ടൻ, ശരിയല്ലേ? സ്കിന്നറാണ് പറഞ്ഞത് ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോഡുകളൊക്കെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം. ഇനിയും ദേ ആർ ബിൽഡിങ് എ ന്യൂ ബ്രിഡ്ജ് ഡാഷ് ദി റിവർ. ഏതാണ്? ബ്രിഡ്ജിന് കുറുകെയാണ് അല്ലേ? കുറുകെ എന്ന് പറയുമ്പോൾ എന്താണ്? അക്രോസ് ദി റിവർ അല്ലേ? കറക്റ്റാണ്. ഇനി അടുത്തത് വിച്ച് ആർട്ടിക്കിൾ ഇസ് യൂസ് ഡാഷ് യൂറോപ്യൻ. ഏത് ആർട്ടിക്കിളാണ് വരേണ്ടത്? എ ആണോ, ആനാണോ, ദാണോ വരേണ്ടത്? യൂറോപ്യൻ്റെ അവിടെ പഠിപ്പിച്ചതല്ലേ? യൂറോപ്യൻ എന്നുള്ളത് എഴുതി നോക്കണം. നമ്മൾ ഈ കൊണ്ടുകൊണ്ട് AAU നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. AEIOU പഠിച്ചാൽ എന്താണ്? അതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ആൻ കൊണ്ട് ചേർക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചാടിക്കയറി ആൻ യൂറോപ്യൻ എന്ന് പറയും, പക്ഷേ ആ ഉത്തരം തെറ്റാണ്. അതിന് റീസൺ നമ്മൾ ഭാഷയുമായി പൊണറ്റിക്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സംസാര ഭാഷാരീതി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യൂറോപ്യൻ എന്നെഴുതുന്നത് എങ്ങനെയാണ്? യൂറോപ്യൻ എന്നാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ യൂറോപ്യൻ എഴുതുമ്പോൾ നോക്കിക്കേ, നമ്മുടെ AE എന്ന് പറയുമ്പോൾ നമ്മൾ E ഫോർ എഗ് എന്നാണ് പറയേണ്ടത്, ശരിയല്ലേ? എ എന്ന് പറഞ്ഞ സൗണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. അല്ലെങ്കിൽ E ഫോർ എലിഫൻ, അവിടെ നോക്കിയേ E ആ വന്നത് അല്ലേ? ആൻ എലിഫൻ്റ് നമ്മൾ പഠിക്കത്തില്ലേ? അല്ലെങ്കിൽ E ഫോൻ എന്നുള്ള എല്ലാ സൗണ്ടിനും വരുന്നത് A എന്ന് പറഞ്ഞ സൗണ്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ യൂറോപ്പിന് ഏത് സൗണ്ടാണ് വന്നത്? U എന്ന് പറഞ്ഞ സൗണ്ടാണ് വന്നത്. സോ ഇവിടെ വരേണ്ടത് ആനല്ല, പകരം ഏതാണ്? A ആണ് വരേണ്ടത് കേട്ടോ. ഇതൊക്കെ സ്ഥിരം പരിശീലിക്കുന്ന. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഏതാ വരേണ്ടത്? യൂണിവേഴ്സിറ്റി ഏത് ആർട്ടിക്കിളാണ് വരേണ്ടത്? ഐ സ്റ്റഡീഡ് ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരേണ്ടത്? എ ആണോ, ആനാണോ, ദാണോ വരേണ്ടത്? ആലോചിച്ച് നോക്കി. ഇപ്പോൾ പറഞ്ഞ ഫോണറ്റിക്സ് വെച്ചുകൊണ്ട് യു വരുവാണെങ്കിൽ ശരിക്കും വരേണ്ട സൗണ്ട് ഏതാണ്? യു ഫോർ ആൻ അംബ്രല്ല അല്ലേ? അമ്മെന്ന് പറഞ്ഞ സ്വരമായിരുന്നു വരേണ്ടത്. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് എഴുതുമ്പോൾ ഏത് സ്വരമാണ് വരുന്നത്? യു ആ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ യുവിൻ്റെ സൗണ്ട് എന്നതാ? അമ്മ, ശരിയല്ലേ? അപ്പം വരേണ്ട സൗണ്ട് യു ആയതുകൊണ്ട് അവിടെയും എന്താണ്? എ യൂണിവേഴ്സിറ്റി എന്നേ പറയത്തുള്ളൂ കേട്ടോ. ഐ സ്റ്റഡീഡ് ഇൻ എ യൂണിവേഴ്സിറ്റി, ഐ സ്റ്റഡീഡ് ഇൻ ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയത്തില്ല ഒരിക്കലും കേട്ടോ. ഇതൊക്കെ എക്സ്പ്രഷണൽ കേസിൻ്റെ അകത്തുള്ളതാണ്, ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ, മറന്നു പോകരുതേ. ഓക്കെ, ഇനിയും ഇഫ് യു ആർ റീഡ് എ ടെക്സ്റ്റ് ബൈ ഫോക്കസിങ് ഓൺലി ഓൺ ദി മെയിൻ ഐഡിയ ഉണ്ടോ, മെയിൻ ഐഡിയ മാത്രം നോക്കുവാണെങ്കിൽ അത് ഏത് ടൈപ്പ് റീഡിംഗ് ആണ്? ഏത് ടൈപ്പ് റീഡിംഗ് ആണ്? മെയിൻ ഐഡിയ മാത്രം നോക്കുവാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് സ്കിമ്മിങ് കേട്ടോ, സ്കിമ്മിങ്. ഇനിയും സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഓഫ് റീഡിങ്ങിനകത്തുള്ള സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ്, ലൗഡ് റീഡിങ്, സൈലൻറ്റ് റീഡിങ് ഒക്കെ അല്ലേ?
ഇതിൽ എപ്പോഴും ചോദിക്കുന്ന രണ്ട് ആൾക്കാരാണ് സ്കിമ്മിങ് സ്കാനിങ്ങും. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഐഡിയ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്, അതെന്താണ്? സ്കിമ്മിങ്. ഇനി സ്കാനിങ് എന്ന് പറഞ്ഞാലോ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, അതാണ് സ്കാനിങ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പത്രം വായിക്കുന്നത് സ്കിമ്മിങ്ങാണ്, ശരിയല്ലേ? നമ്മൾ മൊത്തം ഇരുന്ന് വായിക്കുന്നില്ല, നമുക്ക് വേണ്ട ഹെഡിങ് മാത്രം നമ്മൾ വായിച്ച് നോക്കും, ശരിയല്ലേ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്കിമ്മിങ്. ഇനിയും സ്കാനിങ്ങിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഫോണിലുള്ള ഡിക്ഷണറി നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട് ലിസ്റ്റ് നോക്കി നമ്മൾ ആരെ വിളിക്കുന്നു എന്നുള്ളത്, അതായത് ടു സെർച്ച് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷൻ വേണ്ടി മാത്രം നോക്കുന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ, സ്കാൻ ചെയ്യാൻ പോകുന്ന എപ്പോഴാണ്? എന്തെങ്കിലും ഒരു അവയവം കേടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവയവത്തിന് പ്രശ്നം വരുമ്പോഴല്ലേ. അപ്പോൾ ഒരു അവയവം അല്ലെങ്കിൽ ഒരു സാധനം മാത്രം തപ്പുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് സ്കാനിങ്. ഒരുപാട് സാധനങ്ങൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് സ്കിമ്മിങ്. പിന്നെയുള്ള ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ്. ഇൻറ്റൻസീവ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്നാണ്? നമുക്കൊരു എന്താണ് ഇൻറ്റൻസീവ്? നമ്മൾ ചെറിയ റീഡിങ് എ ഷോർട്ട് ടെക്സ്റ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ചെറിയ കൃതികളൊക്കെ വായിക്കുന്നതാണ് റീഡിങ് എ ഷോർട്ട് ടെക്സ്റ്റ് ഈസ് നോൺ ആസ് ഇൻറ്റൻസീവ് റീഡിങ്. എക്സ്റ്റൻസീവ് റീഡിങ് എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് അപ് ടു വൺസ് ഓൺ പ്ലഷർ എന്നാണ് പറയുന്നത്. ഒരാളുടെ ആനന്ദത്തിന് വേണ്ടി വായിക്കുക, അതായത് റീഡിങ് എ നോവൽസ്, റീഡിങ് എ ഡ്രമാറ്റിക് സ്റ്റോറി എന്നൊക്കെയുള്ളത് നമ്മൾ ഒരുപാട് ദിവസം എടുത്ത് വായിക്കുന്ന, ഇറ്റ്സ് കോൾഡ് എക്സ്റ്റൻസീവ് റീഡിങ്. ഇനി ലൗഡ് റീഡിങ്, സൈലൻറ്റ് റീഡിങ് അറിയാമല്ലോ, നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രോസിലും പോയത്തിലും ഒക്കെ ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ. ഉറക്കെ വായിക്കാൻ ആദ്യം നമ്മൾ സൈലൻറ്റ് റീഡിങ് കൊടുക്കും, എന്നിട്ട് നമ്മൾ പറയും അല്ലേ, പ്ലീസ് അണ്ടർലൈൻ ദി വേർഡ്സ് വിച്ച് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് എന്ന് നമ്മൾ ക്ലാസ്സിൽ പറയും, ശരിയല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നോക്കിയിട്ട്, മൗനമായി വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത വേർഡ്സിന് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ബൈ യൂസിങ് പെൻസിൽ. നിങ്ങൾ പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മുടെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ച് പറഞ്ഞു കൊടുക്കുക. അതാണ് സൈലൻറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞാലോ ടീച്ചർ റീഡിങ്ങിനെയൊക്കെ ലൗഡ് റീഡിംഗ് എന്ന് പറയും. നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് ഒരു പാഠഭാഗം, ഇംഗ്ലീഷിൻ്റെ ഒരു പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ പഞ്ച്വേഷനും അനോട്ടേഷനും, പിന്നെ അതുപോലെ തന്നെ പഞ്ച്വേഷനും, അതുപോലെ തന്നെ ഇതെല്ലാം ഇട്ടുകൊണ്ട് അതിൻ്റെ സ്ട്രെസ്സും വോയിസ് മോഡുലേഷനും ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ വായിക്കുന്ന പറഞ്ഞ പേരാണ് ലൗഡ് റീഡിങ്. അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് റീഡിങ്ങിനകത്തുള്ളത്. പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് ഷുവറാണ് ഇംഗ്ലീഷിൻ്റെ അകത്ത് കേട്ടോ. ഇനിയും വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറ്റിയ ഭേദഗതി ഏതാണ്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഞാൻ വേണ്ടി കേട്ടാണ്. ഏത് ഭേദഗതിയാണ്? 100ൽ നിന്ന് 14 കുറച്ചാൽ മതി, ആ ഭേദഗതി കിട്ടും. ഏതാ? 86-ാം ഭേദഗതി കേട്ടോ. ക്ലാസ്സിൽ വന്നാലും പറഞ്ഞു തരത്തില്ല, 100ൽ നിന്ന് 14 കുറയ്ക്കാൻ പറഞ്ഞു തരത്തില്ല. 86-ാം ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി മാറ്റിയ ഭേദഗതി കേട്ടോ. ഇനിയും കുട്ടികളുണ്ടെന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ഗവേഷണ ഉപാധി ഉണ്ടോ? അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ, അതായത് വല്ലപ്പോഴും ഉണ്ടാകുന്ന പ്രതികരണം, അതെന്താണ് ഇതിനകത്ത് എഴുതുന്നത്? ഉപാഖ്യാന രേഖ. കേട്ടിട്ടില്ലേ? ഉപാഖ്യാന രേഖ അതിൻ്റെ അകത്താണ് എഴുതുന്നത്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കുട്ടിയിലെ ആരംഭം മുതലുള്ള കാര്യങ്ങളാണ് ചോദിച്ചതെങ്കിലോ ഇതിൻ്റെ അകത്ത് വരും, സഞ്ചിത രേഖയ്ക്കകത്ത് വരും, ക്യുമുലേറ്റീവ് റെക്കോർഡിനകത്ത് വരും കേട്ടോ. ഇനിയും അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ അത് അനക്ഡോട്ടൽ റെക്കോർഡാണ്, അഥവാ ഉപാഖ്യാന രേഖയ്ക്കകത്താണ് നമ്മൾ എഴുതുന്നത്. ഇതൊക്കെ സ്കൂളിൽ നമ്മൾ സൂക്ഷിക്കുന്ന രേഖകളാണ് കേട്ടോ. ഇനി അടുത്തത് രാമാനുജൻ സംഖ്യ എത്രയാണ്? 1729, 1779. ഇതും ചോദിച്ചിട്ടുണ്ട്. ക്ലാപ്പ് പേക്കർ സംഖ്യയും ചോദിച്ചിട്ടുണ്ട്. രണ്ടും പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകം എഴുതിയത് ആണ് ചിന്തിക്കണം ചിന്തയും ഭാഷയും എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആരാ? ചിന്ത ഭാഷയിലേക്ക് നയിക്കുന്നു പറഞ്ഞ ആരാ? തോട്ട് ആൻഡ് ലാംഗ്വേജ് വിഗോസ്കി കേട്ടോ. വിഗോസ്കിയാണ് ആ പുസ്തകത്തിൻ്റെ വക്താവ് ആയിട്ടുള്ളത് കേട്ടോ. വിഗോസ്കിയാണ് അതിൻ്റെ ആൾ കേട്ടോ. ആ കാര്യം കൂടി ഓർത്തിട്ട് ഇതാണ് 30 ക്വസ്റ്റ്യൻ. 30ൽ നിങ്ങൾ എഴുതിയതിൻ്റെ അകത്ത് 6 3 18 മാർക്കിന് മുകളിലുള്ള എത്ര പേരുണ്ട്? 18 മാർക്കിന് മുകളിലുള്ള ബോസു ഗോട്ട് എബോവ് 18 പ്ലീസ് റേസ് യുവർ ഹാൻഡ്. 18 മുകളിൽ കിട്ടിയ എത്ര പേരുണ്ട്?